UAEയുടെ വടക്കേ അറ്റത്ത് ഹജാർ പർവ്വതനിരകളുടെ നെഞ്ചിലൊളിച്ചു കിടക്കുന്ന ഒരു ശാന്തമായ സ്വപ്നലോകം. അതാണ് ജബൽ ഇബീർ. നഗരത്തിന്റെ ശബ്ദങ്ങളും തിരക്കുകളും പിന്നിലാക്കി മേഘങ്ങളെ തൊടാൻ കഴിയുന്ന ഉയരത്തിലേക്ക് ഒരു യാത്ര. ഇന്ന് നമ്മൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് ക്യാമ്പിംഗ്, ഹൈക്കിംഗ്, ഓഫ് റോഡിംഗ്, ഒലിവ് ഫാം എക്സ്പ്ലോറിംഗ് എല്ലാം ചേർന്ന അതുല്യമായ ഒരു ജബൽ ഇബീർ അനുഭവത്തിലേക്കാണ്. നമ്മളിപ്പോൾ ഉള്ളത് ജബൽ ഇബീറിന്റെ താഴെയാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഫാമിലി ആയിട്ടൊരു ക്യാമ്പിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഈ കാണുന്നതാണ് ജബൽ ഇബീർ കേട്ടോ. അതിന്റെ താഴെയാണ് നമ്മൾ വന്നിക്കണേ. ഒരുപാട് ഹെയർപിൻ വഴികളായിട്ട് ഉള്ള വലിയൊരു മലയാണ് കേട്ടോ ഈ ഒരു ജബൽ ഇബീർ. 4 വീലറിന്റെ ലോ റേഞ്ച് ഇട്ട് പോകാനാണ് ബോർഡ് വെച്ചിട്ടുള്ളത്. മൊബൈൽ ഉപയോഗിക്കരുത്, അങ്ങനെ ഒരുപാട് വാർണിംഗ് സൈനുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. സാൻ ഫാമിലി സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് കാണാം ജബൽ ഇബീറിലെ കാഴ്ചകൾ. ദുബായിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്ത ജബൽ ഇബീറിന്റെ അടുത്ത് എത്തിച്ചേരും കേട്ടോ. ഗൂഗിൾ മാപ്പിൽ നമ്മൾ ജബൽ ഇബീർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ മാപ്പ് കാണിക്കില്ല കേട്ടോ. ഞാൻ അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കണം. തക്കരക്ക് ലൈസൻസ് കിട്ടിയിട്ട് ഫസ്റ്റ് ഡ്രൈവാണ് അല്ലേ ഇവിടേക്ക് ജബൽ ഇബീറിക്കുള്ളത്. അതെ, നല്ല രസമായിരുന്നു. 120 ഇങ്ങനെ ഓവർടേക്ക് ഒക്കെ ചെയ്തിട്ട് പോയിട്ട് നല്ല സൂപ്പറായിരുന്നു. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ ടെക്ടോണിക് ചലനങ്ങളിലൂടെ രൂപപ്പെട്ട ഈ മലനിരകൾ പുരാതന ബഡൂയിൻ ഗോത്രങ്ങൾക്ക് വാസസ്ഥലവും അഭയകേന്ദ്രവുമായിരുന്നു. ജബൽ ഇബീറിലേക്ക് പറഞ്ഞ ആൾക്കാർ എമിറേറ്റ്സ് സൈഡ് എന്തായാലും കയ്യിൽ വെച്ചോളൂ. 2 ചെക്ക് പോസ്റ്റ് അവിടെ ഉണ്ട്. അവിടെ 2 സ്ഥലത്തും നമ്മുടെ എമിറേറ്റ്സ് സൈഡ് ഒരു ജോക്ക് കിട്ടും. ജസ്റ്റ് ഒന്നവിടെ കാണിച്ചു കൊടുത്താൽ മതി, അല്ലാണ്ട് വേറെ പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല. ജബൽ ഇബീറിന്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ക്യാമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. ഈ കാണുന്ന മൊത്തം ഏരിയ ക്യാമ്പിംഗ് സ്പോട്ടുകളാണ് ഉണ്ടാകുന്നത്. പുജാറ സിറ്റിയുടെ ഒക്കെ ഒരു വ്യൂ ആണ് കേട്ടോ. ജബൽ ഇബീറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഏരിയകളുണ്ട് നമുക്ക് ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ നമുക്ക് സുഖമായിട്ട് ക്യാമ്പ് ചെയ്യാം. നമ്മുടേതായ ആ ഒരു നല്ല നല്ല സമയങ്ങൾ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം കേട്ടോ. ബാർബിക്യൊക്കെ ചെയ്ത് നമ്മുടെ കുടുംബത്തോടൊപ്പം നമുക്ക് നല്ലൊരു രാത്രി നമുക്ക് അവിടെ ആഘോഷിക്കാം കേട്ടോ. ജബൽ ഇബീറിലെ രാവിലത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. ആ മഞ്ഞ് മൂടി നിൽക്കുന്ന മലനിരകളുടെ നല്ലൊരു അടിപൊളി കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമുക്കിവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മളിപ്പോൾ ക്യാമ്പ് ചെയ്ത ഏരിയയിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങ് ദൂരെ നമ്മൾ കാണുന്നത് ഒരു പട്ടാള ക്യാമ്പാണ് കേട്ടോ. അങ്ങോട്ടേക്ക് നമുക്ക് അലൗഡ് അല്ല. നമുക്ക് ക്യാമ്പ് ചെയ്യാവുന്ന ഒരു ഏരിയ വരെയാണ് നമുക്ക് അലൗഡ് ഉള്ളത്. അതേപോലെ ഇവിടെ ഒരുപാട് മൗണ്ടൻ ഗോട്ടുകൾ ഉണ്ട് കേട്ടോ. രാവിലെ തന്നെ വണ്ടി എടുത്തിട്ട് ഈ ജബൽ ഇബീറിന്റെ തന്നെ നമ്മളിപ്പോൾ ക്യാമ്പ് ചെയ്യുന്ന ഏരിയയിലെ അപ്പുറത്തെ സൈഡിൽ കുറച്ച് നല്ല നല്ല കാഴ്ചകളുണ്ട്. അവിടെ ചെറിയൊരു ഗസ്റ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഏരിയയിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി ഞങ്ങൾ പോകുന്നുണ്ട്. ആ കാണുന്നതാണ് ഇവിടുത്തെ ഗസ്റ്റ് ഹൗസ്. ഇവിടെ വന്ന് നമുക്ക് സ്റ്റേ ചെയ്യാം. ഒരു 10-15 ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന പറഞ്ഞു. 2 റൂമുണ്ട്. 1000 റംസാണ് കേട്ടോ ഒരു ദിവസം ഒരു ചാർജ് വരുന്നത്. നല്ലൊരു ഗസ്റ്റ് ഹൗസാണ്, നല്ല വ്യൂ ഉള്ള ഒരു ഏരിയ ആണ്. ഇവിടെ ഒലിവ് മരങ്ങളുണ്ട്. ഒലിവ് കായുണ്ടോന്ന് അറിയില്ല. ഇത് വലിയൊരു മരമാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നുണ്ട് ഒലിവിന്റെ. നമ്മൾ ക്യാമ്പ് ചെയ്ത സ്ഥലത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് നല്ല നല്ല വ്യൂ പോയിന്റുകൾ നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ ഒരു ബായിജാൻ ഉണ്ട്. ആ ബായിജാൻ ഇവിടെ നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കി തന്നിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് കേട്ടോ അവിടെയുള്ള പണിക്കാർ. കാണുന്നുണ്ട് ചെക്ക് പോസ്റ്റ്. അവിടെ നിന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ നേരെ താഴ്ത്തിക്ക് വഴിയുണ്ട് കേട്ടോ. അവിടെ കുറെ വില്ലേജുകളൊക്കെ ഉണ്ട്. ഗസ്റ്റ് ഹൗസിന്റെ ആ ഒരു ഏരിയയിൽ നിന്ന് കഴിഞ്ഞാലും നല്ല നല്ല വ്യൂ ആണ് കാണുന്നത്. അതേപോലെ അതിൻ്റെ അടുത്ത് തന്നെയുള്ള മറ്റൊരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്.
ഇവിടെ കൂടുതലും പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആണ്, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ അലൗഡ് അല്ല കേട്ടോ. അന്നേരം നമുക്ക് ആ ഒരു ഏരിയയിൽ പോയി നമുക്ക് അവിടുത്തെ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാം. ഇപ്പൊ ഇവിടുന്ന് ഈ ഒരു ബിൽഡിങ്ങിന്റെ അവിടെ നിന്നുള്ള വ്യൂ നമ്മൾ നോക്കാം കേട്ടോ. നമ്മൾ മുമ്പ് വന്നപ്പോൾ ഇതേപോലെ ഈ ഒരു ഏരിയ നമ്മൾ നല്ലൊരു വ്യൂ ഒക്കെ കണ്ടതാണ്. റാസ് അൽ ഖൈമയുടെ കിഴക്കൻ ഭാഗത്ത് ഒമാൻ അതിർത്തിക്ക് സമീപമായി സ്ഥിതി ചെയ്യുന്ന ഈ മലപ്രദേശം പ്രകൃതിയുടെ അത്ഭുത കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു ഹിഡൻ ജെം തന്നെയാണ്. ഈ കാണുന്ന വ്യൂ പോയിന്റിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ജബൽ ഇബറിന്റെ ഏറ്റവും ടോപ്പ് ഏരിയയിലേക്ക് പോകുന്നുണ്ട്. അവിടെ പട്ടാള ക്യാമ്പാണ്. നമുക്കപ്പോൾ മാക്സിമം എവിടെ വരെ പോകാൻ പറ്റും അവിടേക്ക് നമുക്ക് പോകുന്നുണ്ട്. ജബൽ ഇബറിന്റെ ഏറ്റവും ടോപ്പ് ഏരിയയിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് വന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാൻ പോകുന്നു കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം പാക്ക് ചെയ്ത് ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹൈക്കിംഗ് ട്രെയിലിൻ്റെ അവിടേക്ക് പോകണം കേട്ടോ. അപ്പോൾ കുറേ കഴുതക്കുട്ടികൾ നിൽക്കണം കേട്ടോ. അത് അവിടെ ഒരു വില്ലേജിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള കഴുതക്കുട്ടികളുണ്ട്. നമ്മൾ ക്യാമ്പ് ചെയ്ത ഏരിയയ്ക്ക് അടുത്തുള്ള ജബൽ മബ്ര ട്രയൽ എന്ന് പറയുന്ന ഈ ഒരു ഹൈക്കിംഗ് ട്രയലാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ജബൽ ഇബർ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് കേട്ടോ ഈ ഒരു ട്രയൽ. ഈ ഒരു ഏരിയയിൽ വരുമ്പോഴാണ് ജബൽ ഇബർ നമുക്ക് കൂടുതൽ മനോഹരമായിട്ട് കാണാൻ പറ്റുന്നത് കേട്ടോ. 1.5 കിലോമീറ്റർ ഉള്ളൂ. ഇതിന്റെ കഴുതേരെ പുറത്താണ് ഇവർ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് കേട്ടോ അവിടേക്ക്. റാസ് അൽ ഖൈമയിൽ സ്ഥിതി ചെയ്യുന്ന ജബൽ ഇബർ ഹജാർ പർവ്വതനിരകളുടെ ഭാഗമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1450 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതം കാലത്തിൻ്റെയും പ്രകൃതിയുടെയും അത്ഭുത ശില്പമാണ്. ഞങ്ങൾക്ക് സമയതയില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരം പോയിട്ട് നമ്മളിങ്ങനെ തിരിച്ചു വരാണ്. അപ്പൊ നമ്മള് കുറച്ച് ദൂരം മാത്രം ഹൈക്ക് ചെയ്തോളൂ. അവിടെ നിന്ന് പോയി 1.5 കിലോമീറ്റർ ഹൈക്ക് ഉണ്ട്. അവിടെ നിന്ന് പോയി വേറെ ചെറിയൊരു ഗ്രാമമുണ്ട്. അവിടേക്ക് വേണമെങ്കിൽ നമുക്ക് ഹൈക്ക് ചെയ്യാം. കുഴപ്പമില്ല, നല്ല നൈസാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഹൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന ചെറിയ മൗണ്ടനിൽ ജസ്റ്റ് ഒന്ന് ഹൈക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള കല്ലുകളൊക്കെയാണ്, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. ചെറിയൊരു മൗണ്ടനാണ്. അതിൻ്റെ മേലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റിട്ടോ. ഈ ട്രയൽ ട്രൈ ചെയ്യാൻ പറയുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതേപോലെ അത്യാവശ്യം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഫ്ലാറ്റ് റോഡാണ്, പക്ഷേ ചെറിയ വഴിയാണ്. പക്ഷേ ശ്രദ്ധിച്ച് മാത്രം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ജബൽ ഇബർ മലനിരകളുടെ കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകാൻ പോകുന്നുണ്ടോ. നമുക്ക് തിരിച്ച് പോകുമ്പോഴാണ് പോകുന്ന വഴിയുടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ജബൽ ഇബറിലെ നമ്മൾ ആ പോയ ഗസ്റ്റ് ഹൗസിൻ്റെ അവിടെ നിന്നിപ്പോൾ കണ്ട ഒരു ചെറിയൊരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിൻ്റെ അവിടേക്ക് നമ്മൾ ഉള്ള ഒരു റോഡ് നമ്മൾ ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ. അത്യാവശ്യം റഫായിട്ടുള്ള റോഡാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് മെയിൻ റോഡിലേക്ക് വരാണ് കേട്ടോ. ജബൽ ഇബറിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മൾ വരുമ്പോൾ ആ കാണുന്ന ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിയുമ്പോൾ തന്നെ ഇടത്തെ സൈഡിലാണ് ഈ ഒരു ഒലിവ് ഫാം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ജബൽ ഇബർ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ ഈ ഒരു ഒലിവ് ഫാം. ഈ കാണുന്ന ഒലിവ് ഫാം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് നോർമലി നമ്മൾ ചെല്ലുമ്പോൾ അത് ലോക്ക് ചെയ്ത് കിടക്കാറാണ് പതിവ്. അപ്പൊ ഞങ്ങൾ ഫൈനലി ഈ ഒലിവ് മരങ്ങളുടെ ആ തോട്ടത്തിൽ നമ്മൾ കയറിയ കണ്ടത്. അതിന് അവര് ആൾക്കാരും നമുക്ക് അലൗഡ് ചെയ്തു. ഇതാണ് ഇവിടെയുള്ള ഈ ഒലിവ് മരങ്ങൾ. ഇതാണ് നമ്മൾ കാണുന്ന ഈ ഒലിവ് കായകളുടെ നോർമൽ ഇതാണ്. ഇപ്പൊ അധികം വലുതായിട്ടൊന്നുമില്ല, ചെറുതാണ്. നമുക്ക് എന്തായാലും പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. ഒരു ഹൈപ്പ് മാത്രമല്ല, വേറെ ഒന്നുമില്ല. നല്ലൊരു വൈബാണ് കേട്ടോ, നല്ല രസമുണ്ട്. നോർമലി നമ്മൾ വരുമ്പോൾ ഇവിടെ ലോക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല. അപ്പൊ അവരെ പണിക്കാർ വന്നുകൊണ്ട് നമുക്കിപ്പോ അവര് അലൗഡ് ചെയ്തു. പഴുത്താലും അതിനിങ്ങനെ കറുപ്പ് രസം തന്നെയാ. അതല്ലേ, അത് ഉപ്പിലിട്ട് കഴിക്കുന്ന സാധനമാണല്ലോ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇത് പച്ചക്ക് കഴിക്കാൻ പറ്റില്ല. വരണ്ട് കിടക്കുന്ന ഈ ഒരു ജബൽ ഇബറിന്റെ മലനിരകൾക്ക് നടുവിലായിട്ട് നമുക്ക് കാണുന്ന ഈ ഒരു പച്ചത്തുരുത്താണ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഒലിവ് ഫാം കേട്ടോ.
ഈ കാണുന്ന ഒലിവ് ഫാമിൻ്റെ അവിടുത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇവിടെ നിന്ന് തിരിച്ച് പോകാൻ പോകണം കേട്ടോ. നമ്മൾ തിരിച്ച് പോകുമ്പോഴാണ് ശരിക്കും ആ പോകുന്ന വഴികളുടെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആഴമേറിയ വാദികളും പാറക്കെട്ടുകളും അവസാനമില്ലാത്ത മലനിരകളുടെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ നമ്മൾ ഓരോ വളവ് തിരിയുമ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ജബൽ ലിബീറിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. നമ്മൾ വരുമ്പോൾ ആവശ്യത്തിന് ഫുഡും വെള്ളം എല്ലാം കൊണ്ടുവരിക. അതേപോലെ ഇവിടെ ടോയ്ലറ്റ് ഇല്ല, അതുകൊണ്ട് നമ്മൾ പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ടെൻറ്റോ കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ജബൽ ഇബിർ ഒരു യാത്ര മാത്രമല്ല, അത് ഒരു അനുഭവമാണ്. ക്യാമ്പിംഗ്, ഹൈക്കിംഗ്, ഓഫ് റോഡിങ്, ഒലിവ് ഫാമുകൾ എല്ലാം ചേർന്ന് നമ്മെ പ്രകൃതിയോട് വീണ്ടും ബന്ധിപ്പിക്കുന്ന ഒരു മനോഹര ലോകം. ഇതാണ് ജബൽ ഇബിർ. ജബൽ ഇബിറിലെ മനോഹരമായ കാഴ്ചകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സാൻഡ് ഫാമിലി സ്റ്റോറീസ്. അപ്പം ഇനിയും പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.